നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മലനിരകളിൽ താമസിക്കുന്നവർ ഇത്രയും കഠിനാധ്വാനം എങ്ങനെ ചെയ്യുന്നുവെന്ന്? അവർ കയറ്റം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു, തോളിൽ ഭാരം വഹിക്കുന്നു. എന്നിട്ടും അവരുടെ കാൽമുട്ടുകൾ ദുർബലമാകുന്നില്ല. അവർക്ക് പുറംവേദനയില്ല, സന്ധികളിൽ പ്രശ്നങ്ങളില്ല, വേദനയില്ല. കാരണം അവർ കഠിനാധ്വാനികൾ മാത്രമല്ല, ബുദ്ധിയുള്ളവരും കൂടിയാണ്. അവർ നൂറ്റാണ്ടുകളായി പർവ്വതങ്ങളിലുള്ള അപൂർവ ഔഷധങ്ങളിൽ നിന്ന് നിർമ്മിച്ച ഒരു പ്രത്യേക ആയുർവേദ തൈലമാണ് ഉപയോഗിക്കുന്നത്. ഈ പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക ഔഷധ സസ്യങ്ങളെക്കുറിച്ച് നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളായ അഥർവവേദം, ചരകസംഹിത, സുശ്രുത സംഹിത എന്നിവയിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം നന്നായി ഓർമ്മയുണ്ടാകും. ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ദ്രോണാഗിരി പർവ്വതത്തിൽ നിന്ന് ഹനുമാൻ സഞ്ജീവിനി ഔഷധ സസ്യം കൊണ്ടുവന്ന കഥ. സുഹൃത്തുക്കളെ, ഏറ്റവും മികച്ചതും അപൂർവവുമായ ഔഷധങ്ങൾ പർവ്വതങ്ങളിൽ കാണപ്പെടുന്നുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും പല ഗുരുതരമായ രോഗങ്ങൾക്കും പ്രകൃതിദത്ത പരിഹാരമായി മാറാൻ കഴിയുന്ന ഔഷധങ്ങൾ. ഈ അപൂർവ ഔഷധ രഹസ്യങ്ങൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് നമ്മൾ ഉത്തരാഖണ്ഡിലെ പുണ്യഭൂമിയായ ചരക് ദണ്ഡയിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് ചരക മഹർഷി അപൂർവ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചരകസംഹിത പോലുള്ള പുസ്തകം രചിക്കുകയും ചെയ്തത്. ഇതിൽ രോഗങ്ങളുടെ ചികിത്സയെക്കുറിച്ച് മാത്രമല്ല, മുഴുവൻ ജീവിതശൈലി, ഭക്ഷണക്രമം, മാനസിക സന്തുലിതാവസ്ഥ, ആത്മീയ വിശുദ്ധി എന്നിവയെക്കുറിച്ചും വിശദമായ അറിവ് നൽകിയിട്ടുണ്ട്. ഈ ലക്ഷ്യത്തോടെ ഇവിടെ നിരവധി ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഗവേഷകരിൽ ഒരാളാണ് വേദാചാര്യ പഹാഡി ഓയിലിന്റെ മുൻനിര ഗവേഷകരിൽ ഒരാളായ ആചാര്യ ഹരീഷ് സിംഗ് ബട്ടോലാജി. അപ്പോൾ വരൂ, നമുക്കിപ്പോൾ ആചാര്യ ഹരീഷ് സിംഗ് ബട്ടോലാജിയെ കാണാം. അദ്ദേഹത്തിന്റെ ദൗത്യം, ഗവേഷണം, അനുഭവങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയാം. നമസ്കാരം ആചാര്യജി. നമസ്കാരം. വരൂ, താങ്കൾക്ക് സ്വാഗതം. ഇരിക്കൂ. നന്ദി ആചാര്യജി. ശരിക്കും ഈ സ്ഥലം വളരെ ശാന്തവും പോസിറ്റീവ് എനർജി നിറഞ്ഞതുമായി തോന്നുന്നു. ആചാര്യജി, ഇത്രയും വർഷങ്ങളായി താങ്കൾ നടത്തിവരുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾ എന്താണെന്നും ഈ പ്രോജക്റ്റിന്റെ ഉദ്ദേശം എന്താണെന്നും നമ്മുടെ കാഴ്ചക്കാരോട് പറയാമോ? അതുപോലെ ഇതിന് ആളുകളുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നും. വളരെ നല്ല ചോദ്യമാണ്. വാസ്തവത്തിൽ വർഷങ്ങളായി ഇന്ത്യയിലെ പർവ്വതപ്രദേശങ്ങളിലെ പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികളെക്കുറിച്ച് നമ്മൾ ഗവേഷണം നടത്തിവരുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ നാടോടി വൈദ്യ സമ്പ്രദായത്തിലും ഔഷധ സസ്യങ്ങളിലും ജീവിതശൈലിയിലും നിരവധി രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ രോഗങ്ങൾക്ക് പ്രകൃതിദത്ത പരിഹാരമായി മാറാൻ കഴിയുന്നത്. ഞാൻ ജനിച്ചത് ഉത്തരാഖണ്ഡിലെ പർവ്വതങ്ങൾക്കിടയിലെ ഒരു ഗ്രാമത്തിലാണ്. എൻ്റെ അച്ഛൻ ഒരു ആയുർവേദ ആചാര്യനാണ്. എൻ്റെ മുത്തച്ഛൻ ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന വൈദ്യനാണ്. അവരുടെ മേൽനോട്ടത്തിലാണ് ഞാൻ ആയുർവേദവും സേവന മനോഭാവവും പഠിച്ചത്. നഗരത്തിൽ പോകേണ്ടി വരുമ്പോഴെല്ലാം ഒരു കാര്യം എന്നെ ഉള്ളിൽ നിന്ന് പിടിച്ചുലയ്ക്കുമായിരുന്നു. ഓരോ മൂന്നാമത്തെ വ്യക്തിയും കാൽമുട്ടുവേദന, കൈമുട്ടുവേദന, സെർവിക്കൽ സ്ലിപ്പ് ഡിഷ് അല്ലെങ്കിൽ സയാട്ടിക്ക തുടങ്ങി പലതരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആളുകൾ ചികിത്സിപ്പിക്കുന്നു, ഏറ്റവും ചെലവേറിയ ആശുപത്രികളിൽ പോകുന്നു. പക്ഷേ എന്നിട്ടും ആശ്വാസം ലഭിക്കുന്നില്ല. സമയം പാഴാകുന്നു, പണം പാഴാകുന്നു. ഏറ്റവും വലിയ കാര്യം പ്രതീക്ഷ തകരുന്നു എന്നതാണ്. ഞാൻ ഗവേഷണം ആരംഭിച്ചു. ഏറ്റവും വലിയ സത്യം ഞാൻ കണ്ടെത്തി. ഈ വേദന നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇപ്പോൾ ഇത് ഗ്രാമങ്ങളിലേക്കും ചെറുപട്ടണങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടുതൽ ഞെട്ടിക്കുന്നതായിരുന്നു. മലനിരകളിൽ താമസിക്കുന്ന ആളുകൾക്കിടയിൽ ഈ പ്രശ്നങ്ങൾ നാമമാത്രമാണ്. അത് വളരെ അതിശയകരമായ കാര്യമാണ് ആചാര്യജി. അതുപോലെ നിങ്ങൾ ഇതിന്റെ കാരണമറിയാൻ ശ്രമിച്ചിരുന്നോ? തീർച്ചയായും. ഞാൻ ഇതിൽ ആഴത്തിൽ ശ്രദ്ധ ചെലുത്തി. എൻ്റെ അച്ഛനുമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം എൻ്റെ ആശയം മനസ്സിലാക്കുക മാത്രമല്ല, പൂർണ്ണ പിന്തുണയും നൽകി. അദ്ദേഹം എനിക്ക് എൻ്റെ മുത്തച്ഛൻ എഴുതിയ ഒരു ഗവേഷണ ലഘുലേഖ തന്നു. അത് വളരെ പഴയതായി തോന്നി. അതിൽ ദുർലഭമായ പർവ്വതസസ്യങ്ങളുടെ ഗുണങ്ങൾ, അവയിൽ നിന്ന് തയ്യാറാക്കാവുന്ന ഒറ്റമൂലികൾ, നിരവധി തലമുറകളുടെ അനുഭവം എന്നിവ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മകനെ, സമയത്തിൻ്റെയും വിഭവങ്ങളുടെയും അഭാവം കാരണം എനിക്ക് ഇതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ കാലം മാറുകയാണ്. സാങ്കേതിക വിദ്യയുണ്ട്, വിഭവങ്ങളുണ്ട്. ആളുകളുടെ ചായ്വും ആയുർവേദത്തിലേക്ക് തിരിയുകയാണ്. ഇപ്പോൾ ഇത് നിങ്ങളുടെ സമയമാണ്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ എനിക്കൊരു അനുഗ്രഹത്തേക്കാൾ കുറവല്ലായിരുന്നു. ഞാൻ ആ ഗവേഷണ പുസ്തകത്തെ എൻ്റെ ഗുരുവാക്കി. അഥർവവേദം, ചരക് സംഹിത തുടങ്ങിയ ആയുർവേദ ഗ്രന്ഥങ്ങളിലും പരാമർശിച്ചിരിക്കുന്ന ആ മലയോര ഔഷധങ്ങളെക്കുറിച്ച് ഗവേഷണം ആരംഭിച്ചു. ഈ യാത്രയിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ആയുർവേദാചാര്യന്മാർ, പരിചയസമ്പന്നരായ വൈദ്യന്മാർ, ബൊട്ടാണിക്കൽ ഫാർമേഴ്സ്, ഔഷധ സസ്യ വിദഗ്ധർ എന്നിവരെ ഞാൻ കണ്ടുമുട്ടി. എൻ്റെ മുത്തച്ഛൻ്റെ ഗവേഷണ പുസ്തകത്തിലെ രഹസ്യങ്ങൾ ഈ വിദഗ്ധരുടെ ഗവേഷണവുമായി ചേർന്നപ്പോഴാണ് ഉണ്ടായത് വേദാചാര്യ പഹാഡി എണ്ണ.
ഒരു പ്രത്യേക ആയുർവേദ എണ്ണ. ഇത് മുട്ടുവേദന, നടുവേദന, സയാട്ടിക്ക, വേരിക്കോസ് വെയിനുകൾ, എല്ലാത്തരം സന്ധിവേദനകൾക്കും പെട്ടെന്ന് ആശ്വാസം നൽകുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ കത്തുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരാളുടെ ജോലിയുടെ വാർത്തയാണെങ്കിൽ, ചിലപ്പോൾ ഒരു അമ്മയുടെ അനുഗ്രഹം അവരുടെ മക്കളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നും പ്രായത്തിന്റെ ഈ ഘട്ടത്തിലും ഞാൻ എല്ലാവരുടെയും പുഞ്ചിരിയുമായി എല്ലാവരുടെയും വീട്ടുവാതിൽക്കൽ എത്തുന്നു. കത്ത് കൊടുക്കുന്ന ചേട്ടാ, ഞങ്ങൾക്ക് കത്ത് വല്ലതും വന്നിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല സഹോദര, ഇതുവരെ ഒരു കത്തും വന്നിട്ടില്ല. അതെയോ? വന്ന് കുറച്ചു നേരം ഇരിക്കെ. കാൽമുട്ടുകൾ വേദനിക്കുന്നുണ്ടാകണം. ഈ ദൈനംദിന ഓട്ടം അത്ര എളുപ്പമല്ലല്ലോ. എന്റെ കാൽമുട്ടുകൾ ഒരിക്കലും വേദനിക്കില്ല. കാരണം എനിക്ക് ഹിമാലയത്തിലെ ശുദ്ധമായ ഔഷധ സസ്യങ്ങളിൽ നിന്ന് നിർമ്മിച്ച വേദാചാര്യ പഹാഡി എണ്ണയുണ്ട്. ഈ എണ്ണ എന്റെ സന്ധികളെ വാർദ്ധക്യത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇപ്പോൾ വേദന എന്നെ അലട്ടുന്നില്ല. കുന്നുകളിൽ നടക്കാൻ ഭയവുമില്ല. മനസ്സിനൊരു സമാധാനമുണ്ട്. വേദനയില്ലാതെയും നിർത്താതെയും എല്ലാ ജോലികളും ചെയ്യാൻ കഴിയുമെന്ന്. ശരി മോനെ. ശരി ചേട്ടാ. സ്വന്തം കാലിൽ വീണ്ടും നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, വേദനയും ബുദ്ധിമുട്ടും ഇല്ലാത്ത ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ വേദാചാര്യ പഹാഡി എണ്ണ ഉപയോഗിക്കുക. കാരണം ഈ പഹാഡി എണ്ണ പൂർണ്ണമായും പ്രകൃതിദത്തമാണ്. ഇത് വെറുമൊരു എണ്ണയല്ല. ഇത് തലമുറകളുടെ തപസ്സും ആയുർവേദത്തിന്റെ സത്തയും ഹിമാലയത്തിന്റെ അനുഗ്രഹവുമാണ്. ആചാര്യജി, ഞങ്ങളുടെ ഒരുപാട് പ്രേക്ഷകർക്ക് സന്ധിവേദന, അതുപോലെ മുട്ടുവേദന തുടങ്ങിയവ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കറിയേണ്ടത് ഇതെന്തുകൊണ്ടുണ്ടാകുന്നു, ഇതിന്റെ കാരണം എന്താണെന്നാണ്. താങ്കളുടെ ചോദ്യം തികച്ചും ശരിയാണ്. ആയുർവേദത്തിലെ പുരാതന ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്, ശരീരത്തിലെ വാതദോഷത്തിന്റെ അസന്തുലിതാവസ്ഥയാണ് സന്ധി അസ്ഥിവേദനകൾക്ക് പ്രധാന കാരണമെന്ന്. നമ്മുടെ ശരീരത്തിൽ വാതദോഷം വർദ്ധിക്കുമ്പോൾ അത് ക്രമേണ അസ്ഥികളുടെയും സന്ധികളുടെയും അസ്ഥിബന്ധങ്ങളിലും ടെൻഡോണുകളിലും എത്തുകയും അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതുമൂലം അസ്ഥികൾക്കിടയിലുള്ള കൊഴുപ്പ്, അതായത് സൈനോവിയൽ ദ്രാവകം കുറയുന്നു. ഇത് സന്ധികളിൽ കാഠിന്യം, വീക്കം, വേദന തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. പ്രായം കൂടുന്നതിനൊപ്പം വ്യായാമക്കുറവ്, അസന്തുലിത പോഷണം, ശാരീരിക അധ്വാനം അല്ലെങ്കിൽ തെറ്റായ നടത്തം, ചലനം, എഴുന്നേൽക്കൽ, ഇരിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടം മൂലമുണ്ടാകുന്ന ആന്തരികമോ ബാഹ്യമോ ആയ പരിക്കുകൾ എന്നിവയും സന്ധികളുടെ ഘടനയെ ദുർബലപ്പെടുത്തുന്നു. ഇവിടെയാണ് വേദാചാര്യ പഹാഡി എണ്ണയുടെ പ്രത്യേകത മുന്നിൽ വരുന്നത്. ഈ എണ്ണ പ്രകൃതിദത്തവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായ പർവ്വത സസ്യങ്ങളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വാതദോഷത്തെ ആഴത്തിൽ ശാന്തമാക്കുകയും സന്ധികളുടെ വീക്കവും കാഠിന്യവും നീക്കം ചെയ്യുകയും പേശികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിന്റെ പതിവ് ഉപയോഗം നിങ്ങൾക്ക് ഉടനടി ആശ്വാസം നൽകുക മാത്രമല്ല, സന്ധികൾക്ക് ദീർഘകാല ശക്തി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങളും സന്ധിവേദന, മുട്ടുവേദന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പേശികളുടെ വലിവ് എന്നിവയാൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ വേദാചാര്യ പഹാഡി എണ്ണ ഉപയോഗിച്ച് സന്ധിവേദനയിൽ നിന്ന് ആശ്വാസം നേടൂ. കാരണം ആരോഗ്യമുള്ള സന്ധികളാണ് സന്തോഷകരമായ ജീവിതത്തിന്റെ അടിത്തറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാ, ഇവിടെ 2 മിനിറ്റ് എൻ്റെ അടുത്തിരിക്കെ. തന്റെ ഓട്ടം കണ്ടാ തോന്നും തന്റെ വണ്ടി വിട്ടുപോകുമെന്ന്. വീട്ടില് കാറുണ്ട്, സ്കൂട്ടിയുണ്ട്, അതിൽ പോയിക്കൂടെ? കാറിലോ സ്കൂട്ടിയിലോ പോയാ ആ മലയ്ക്ക് ചുറ്റും 2 ചുറ്റേണ്ടി വരും. 2 മണിക്കൂറും എടുക്കും. അതിലും നല്ലത് ഈ മലയൊന്ന് കയറി ഇറങ്ങിയാൽ മുമ്പിൽ തന്നെ സ്കൂളല്ലേ. എടോ, ഇത്രയും കയറ്റം കയറിയിട്ടുണ്ടെങ്കിൽ തന്റെ മുട്ടിന് തേയ്മാനമുണ്ടാകും. മുമ്പൊക്കെ നല്ലപോലെ വേദന എടുക്കുമായിരുന്നു. ഓഹോ, അപ്പൊ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലേ? അതെ, എന്റെ അച്ഛൻ എന്നോട് പഹാഡി ഓയിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തൊട്ട് ഞാനത് ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ തൊട്ട് എനിക്കൊരു വേദനയുമില്ല. പിന്നെ നിനക്കറിയോ, ജഡാമഞ്ചി, ഭൃംഗരാജ്, ശംഖുപുഷ്പം തുടങ്ങിയ 15 ആയുർവേദ ഔഷധങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് വീക്കം, മലബന്ധം, വേദന എന്നിവ തൽക്ഷണം ഇല്ലാതാക്കുന്നു. ഇപ്പോൾ കാൽമുട്ടുകളിൽ വേദനയുള്ളപ്പോൾ ഞാനിതെടുത്ത് പുരട്ടും. ഒരു കാര്യം കൂടി, ഇത് പുരട്ടുന്നത് വിട്ടുമാറാത്ത വേദനയിൽ പോലും ആശ്വാസം നൽകും. മാത്രമല്ല പൊള്ളലില്ല, ഒരു പാർശ്വഫലവുമില്ല. ശരിക്കും ഇത്രയും ഗുണമുണ്ടോ ഇതിന്? അത് മാത്രമല്ല, ഈ മല മാത്രമല്ല, സ്കൂളിന്റെ പടികളിലും പിള്ളേരുടെ പുറകെ പ്ലേ ഗ്രൗണ്ടിലും ഞാൻ ഓടുന്നുണ്ട്. അപ്പോ ശരി, നിനക്ക് സ്കൂളിൽ ലേറ്റ് ആവുന്നുണ്ടല്ലോ, നമുക്കിതിനെക്കുറിച്ച് വൈകിട്ട് സംസാരിക്കാം. അപ്പോൾ ആചാര്യജി, ഇതുകൂടി പറയൂ, ഈ വേദാചാര്യ പഹാഡി എണ്ണ സന്ധിവേദനയ്ക്ക് എങ്ങനെയാണ് ഫലപ്രദമാകുന്നത്? ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വേദാചാര്യ പഹാഡി ഓയിലിൽ നൂറ്റാണ്ടുകളായി ഹിമാലയത്തിലെ തണുത്ത കാറ്റിലും ശുദ്ധമായ കാലാവസ്ഥയിലും ശാന്തമായ അന്തരീക്ഷത്തിലും സ്വാഭാവികമായി വളരുന്ന പ്രകൃതിദത്തവും ഉയർന്ന നിലവാരമുള്ളതും അപൂർവവുമായ പഹാഡി ഔഷധങ്ങൾ ഞങ്ങൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ
മറ്റേതൊരു ഔഷധ സസ്യത്തെക്കാളും വളരെ ശക്തമാകുന്നത്. ഈ ദുർലഭ ഔഷധ സസ്യങ്ങളിൽ ഉൾപ്പെടുന്നു വല, അശ്വഗന്ധ, ജഡാമാസി, ശംഖുപുഷ്പി, ഭൃംഗരാജ്. ഇവ ആയുർവേദത്തിൽ ശക്തമായ പുനരുജ്ജീവന ഔഷധങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഈ ഔഷധ സസ്യങ്ങൾ ശരീരത്തിനുള്ളിൽ ആഴത്തിൽ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ദുർബലമായ ടെൻഡോണുകളെയും ലിഗമെന്റുകളെയും പോഷിപ്പിക്കുകയും അവയെ സ്വാഭാവികമായി ശക്തമാക്കുകയും ചെയ്യുന്നു. വേദാചാര്യ പഹാഡി ഓയിൽ സന്ധിവേദന, വീക്കം, കാഠിന്യം എന്നിവയുടെ മൂലകാരണമായ ശരീരത്തിന്റെ വാതദോഷത്തെ സന്തുലിതമാക്കുക മാത്രമല്ല, രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് വേദന ബാധിച്ച അവയവങ്ങളിലേക്ക് പുതിയ ഊർജം നിറയ്ക്കുന്നു. ഇത് പതിവായി ഉപയോഗിക്കുന്നതിലൂടെ പേശികളും ശക്തിപ്പെടുന്നു, സന്ധികളുടെ വഴക്കം വർദ്ധിക്കുന്നു, ശരീരം വീണ്ടും സജീവവും കഴിവുള്ളതുമായി അനുഭവപ്പെടുന്നു. ക്രമേണ പഴയ വേദനകളും കുറഞ്ഞ് വ്യക്തിക്ക് വീണ്ടും മുമ്പത്തെ പോലെ തന്നെ ചടുലതയോടും ആത്മവിശ്വാസത്തോടും കൂടി ജീവിതം ആസ്വദിക്കാൻ കഴിയും. ഭയ്യ, ഇത്രയും ഭാരമുള്ള സിലിണ്ടർ ചുമന്നാൽ നിങ്ങൾ മടുത്തു പോകില്ലേ? ക്ഷീണമൊക്കെ ഉണ്ട് മാഡം, പക്ഷെ ഞങ്ങൾ നിർത്തുന്നില്ല. ഈ ശക്തി ഒരു ജിമ്മിൽ നിന്നുള്ളതല്ല. ഇത് വേദാചാര്യ പഹാഡി എണ്ണയുടെ അത്ഭുതവും നമ്മുടെ വനങ്ങളുടെ അനുഗ്രഹവുമാണ്. എന്നുവെച്ചാൽ? അതായത് വർഷങ്ങളായി നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഉണ്ടാക്കിയിരുന്ന എണ്ണയാണ് ഇപ്പോൾ വേദാചാര്യർ നിർമ്മിക്കുന്നത്. ഇപ്പോൾ കാൽമുട്ടുകളിൽ വേദനയോ പുറകിൽ കാഠിന്യമോ ഉണ്ടാകുമ്പോഴെല്ലാം ഞങ്ങൾ ഈ എണ്ണ കൊണ്ട് പതുക്കെ മസാജ് ചെയ്യുമ്പോൾ വേദനയും ക്രമേണ ഇല്ലാതാകുന്നു. രാവിലെ പുതിയ ഉന്മേഷത്തോടെ ഉണരുന്നു. ശരി മാഡം, ഇതാ നിങ്ങളുടെ സിലിണ്ടർ. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് സിലിണ്ടർ എത്തിക്കുന്നതും കുന്നിൻ പ്രദേശങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും എൻ്റെ ജോലി ആയതിനാൽ എനിക്ക് തോളിലും അരക്കെട്ടിലും കാൽമുട്ടുകളിലും വേദനയുണ്ട്. ഞാൻ ഈ എണ്ണ പുരട്ടിയാൽ ഉടനെ ഈ വേദന ക്രമേണ ഇല്ലാതാകുന്നു. ഇതാണ് വേദാചാര്യ പഹാഡി എണ്ണയുടെ യഥാർത്ഥ ശക്തി, ഒരു ആയുർവേദ പരിഹാരം. ഇത് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നുവെന്ന് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തെ ശക്തവും ചലനാത്മകവും വേദനരഹിതവുമാക്കുന്നു. ആചാര്യജി, ഇന്നത്തെ യുവാക്കൾക്ക് ഫിറ്റ്നസിനെ കുറിച്ച് വളരെ ഭ്രമമുണ്ട്. അവർ എന്നും റണ്ണിംഗ്, ജോഗിംഗ്, പിന്നെ ജിമ്മിലും പോകും. പക്ഷേ പേശികളുമായും സന്ധികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണ്? വളരെ നല്ല ചോദ്യം. ഞാൻ നിങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഫിറ്റ്നസ് എന്നാൽ ശരീരത്തിലോ വ്യായാമത്തിലോ മാത്രമായി ഒതുങ്ങുന്ന ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഫിറ്റ്നസ് എന്നാൽ ശരീരത്തിലെ എല്ലാ സിസ്റ്റങ്ങളുടെയും സന്തുലിതവും ശരിയായതുമായ പ്രവർത്തനമാണ്. സമീപകാലത്ത് നിരവധി സെലിബ്രിറ്റികൾ ജിമ്മിൽ വ്യായാമം ചെയ്യുന്നതിനിടെ മരിച്ചുപോയതായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. അവർക്ക് കുറവുണ്ടായിരുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെടാത്തതായിരുന്നു. പ്രകൃതിയുടെ മടിത്തട്ടിൽ വളരുന്ന ഔഷധ സസ്യങ്ങളിൽ നിന്നാണ് ഇത് തയ്യാറാക്കുന്നത്. വേദാചാര്യ പഹാഡി എണ്ണ സന്ധിവേദനയ്ക്ക് വളരെ ഫലപ്രദമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത ആന്റി ഇൻഫ്ലമേറ്ററി ഹെർബ്സ് വീക്കം ശമിപ്പിക്കുകയും വേദനയിൽ നിന്ന് ഉടനടി ആശ്വാസം നൽകുകയും ചെയ്യുന്നു. പതിവ് ഉപയോഗത്തിലൂടെ ഈ എണ്ണ പേശികളെയും സന്ധികളെയും ആഴത്തിൽ പോഷിപ്പിക്കുകയും അവയെ ശക്തമാക്കുകയും ചെയ്യുന്നു. അതുവഴി ശരീരം വീണ്ടും സജീവവും വഴക്കമുള്ളതും വേദനരഹിതവുമായി അനുഭവപ്പെടുന്നു. ഇനി മുട്ടുകൾക്ക് മടുപ്പില്ല, സന്തോഷങ്ങൾക്ക് തടസ്സമില്ല. ഇന്ന് തന്നെ വീട്ടിലേക്ക് വാങ്ങൂ വേദാചാര്യ പഹാഡി ഓയിൽ. ആചാര്യജി, ഇക്കാലത്ത് ആളുകൾ എല്ലാ കാര്യത്തിലും വളരെ ജാഗരൂകരാണ്. പല ആളുകൾക്കും ഇത്തരം എണ്ണകളും മരുന്നുകളും ഉപയോഗിക്കുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ എന്ന് ഭയമുണ്ട്. അപ്പോൾ വേദാചാര്യ പഹാഡി എണ്ണ ശരിക്കും സേഫ് ആണോ? എല്ലാവർക്കും ഇത് ഭയം കൂടാതെ ഉപയോഗിക്കാൻ കഴിയുമോ? നോക്കൂ, ഞങ്ങളുടെ പ്രഥമ പരിഗണന സുരക്ഷയും ഗുണനിലവാരവുമാണ്. വേദാചാര്യ പഹാഡി എണ്ണ തയ്യാറാക്കുമ്പോൾ ഞങ്ങൾ ശുദ്ധതയും പരമ്പരാഗത ആയുർവേദ രീതികളും പൂർണ്ണമായി ശ്രദ്ധിക്കുന്നു. ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ സസ്യങ്ങളും നമ്മുടെ പർവ്വതങ്ങളിൽ നിന്ന് നേരിട്ട് വരുന്നതാണ്. അപൂർവവും പ്രകൃതിദത്തവും പൂർണ്ണമായും ആയുർവേദവുമാണ്. പ്രായമായവർ മുതൽ കുട്ടികൾ വരെ എല്ലാവർക്കും ഈ എണ്ണ പൂർണ്ണമായും സുരക്ഷിതവും ഫലപ്രദവുമാകുന്നതിൻ്റെ കാരണം ഇതാണ്. വേദാചാര്യ പഹാഡി എണ്ണ ഒരു വേദന സംഹാരിയായ എണ്ണ മാത്രമല്ല, പാർശ്വഫലങ്ങളില്ലാതെ വേദന, വീക്കം, കാഠിന്യം എന്നിവ നീക്കം ചെയ്യുന്ന നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ഒരു കൂട്ടാളിയാണ്. വ്യാജവും നിലവാരമില്ലാത്തതുമായ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ആളുകൾ ജാഗ്രത പുലർത്തുന്ന ഇന്നത്തെ കാലത്ത് ഈ എണ്ണ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണി കൂടുതൽ ശക്തിപ്പെടുത്തും. ഇക്കാരണത്താലാണ് മലയോര ജനതയോടൊപ്പം
രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും പർവ്വതങ്ങളുടെ വിലയേറിയ സമ്മാനമായ ഈ പഹാഡി എണ്ണയെ അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി കണക്കാക്കുകയും പൂർണ്ണ സംതൃപ്തിയോടെ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഓർമ്മിക്കുക, പ്രകൃതിയും ശാസ്ത്രവും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നു വേദാചാര്യ പഹാഡി ഓയിൽ. ഷെർപ്പാ, ഷെർപ്പാ, ഇപ്പൊ ഈ കാൽമുട്ടുകൾ സഹകരിക്കുന്നില്ല. വേദന കാരണം ഓരോ ചുവടും ഭാരമായി തോന്നുന്നു. അല്ലേ, ഒരു മലയിലേക്കല്ല, ഒരു പാർക്കിലേക്ക് പോലെയാണല്ലോ കയറുന്നത്. സാർ, ഇത് എന്റെ ശക്തിയല്ല. ഇത് നമ്മുടെ പർവ്വത സസ്യങ്ങളിൽ നിന്ന് നിർമ്മിച്ച വേദാചാര്യ പഹാഡി എണ്ണയുടെ അത്ഭുതമാണ്. ഇത് നമ്മുടെ കാൽമുട്ടുകളെ ശക്തിപ്പെടുത്തുന്നു. ഇവിടെ ആർക്കെങ്കിലും അരക്കെട്ടിലോ കാൽമുട്ടിലോ വേദന ഉണ്ടാകുമ്പോഴെല്ലാം ഞങ്ങൾ ഈ എണ്ണയാണ് പുരട്ടുന്നത്. വേദാചാര്യ പഹാഡി എണ്ണ. ഇത് വെറും എണ്ണയല്ല, ഇത് നമ്മുടെ മുതിർന്നവരുടെ, നമ്മുടെ പർവ്വതങ്ങളുടെ അനുഗ്രഹമാണ്. തരൂ, ഇതിന്റെ മാന്ത്രികത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സർ, ഇത് പഹാഡി എണ്ണയാണ്, വേദാചാര്യയുടെ. ഓക്കെ. ഓ വൗ, ഇത് ശരിക്കും ഒരു അത്ഭുതകരമായ എണ്ണയാണ്. ഇത് വെറും എണ്ണയല്ല സാർ, ഇത് നമ്മുടെ മുതിർന്നവരുടെ പഠിപ്പിക്കലുകളാണ്. വനങ്ങളെക്കുറിച്ചുള്ള അറിവും പർവ്വതങ്ങളുടെ അനുഗ്രഹവുമാണ്. ഈ അനുഗ്രഹം എൻ്റെ വീട്ടിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അച്ഛന് കാൽമുട്ടുകളിൽ വേദനയുണ്ട്. രാത്രിയിൽ അച്ഛന് ശരിയായി ഉറങ്ങാൻ കഴിയുന്നില്ല. ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത് സാർ? ഇപ്പോൾ ഈ ആയുർവേദ എണ്ണ മലകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. വേദാചാര്യ ഇത് എല്ലാ വീട്ടിലും എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു ഫോൺ വിളിച്ച് വീട്ടിലിരുന്ന് ആവശ്യപ്പെടൂ, വേദാചാര്യ പഹാഡി എണ്ണ. വേദാചാര്യ പഹാഡി ഓയിൽ, നിങ്ങളുടെ സന്ധിവേദനയ്ക്ക് ഏറ്റവും വിശ്വസ്തനായ ചങ്ങാതി. ആചാര്യജി, ഇക്കാലത്ത് അർത്രൈറ്റിസ്, സർവൈക്കൽ തുടങ്ങിയ രോഗങ്ങൾ വളരെ സാധാരണമായി. ചിലപ്പോൾ ഇത്തരം വേദനകൾ വളരെയധികം വർദ്ധിക്കുന്നതിനാൽ ആളുകൾക്ക് സാധാരണ പോലെ നടക്കാനോ ഓടാനോ ഒക്കെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഈ പഹാഡി എണ്ണ ഇത്തരം സാഹചര്യത്തിലും ഫലപ്രദമാണോ? ഇത് തികച്ചും ഫലപ്രദമാണ്. വേദാചാര്യ പഹാഡിയുടെ ഫോർമുല വർഷങ്ങളായി എല്ലുകൾക്കും പേശികൾക്കുമൊപ്പം നെർവ് പെയിൻ, അതായത് നാഡീവേദനയ്ക്കും ഒരു സമാനതകളില്ലാത്ത ഫോർമുലയാണ്. കൂടാതെ സന്ധിവേദനയ്ക്കുള്ള വിപ്ലവകരമായ ചികിത്സയായി ഇത് അറിയപ്പെടുന്നു. നിങ്ങൾക്ക് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും സന്ധികളിൽ വീക്കവും വേദനയും അനുഭവപ്പെടുന്നുണ്ടാവും. പ്രത്യേകിച്ച് രാവിലെ ഉണരുമ്പോൾ ശരീരത്തിലെ മിക്ക സന്ധികളിലും കാഠിന്യം ഉണ്ടാവും. നിങ്ങളുടെ തോളിലോ കഴുത്തിലോ തലയുടെ പിൻഭാഗത്തോ ഇടയ്ക്കിടെ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇരുന്ന് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തലക്കർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകളിൽ അന്ധകാരം പരക്കുന്നുണ്ടെങ്കിൽ, ഇത് സെർവൈക്കൽ പ്രശ്നത്തിൻ്റെ ആദ്യകാല പ്രശ്നമായിരിക്കാം. എന്നാൽ വേദാചാര്യ പഹാഡി എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത ഔഷധ സസ്യങ്ങൾ പേശികളെയും ലിഗമെന്റുകളെയും ആഴത്തിൽ പോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ആർത്രൈറ്റിസും സെർവൈക്കൽ വേദനയും കുറയ്ക്കുക മാത്രമല്ല, നിങ്ങളുടെ സന്ധികൾക്ക് വഴക്കം നൽകുന്നതിലൂടെ മികച്ച ചലനവും ആശ്വാസവും നൽകുന്നു. ഈ എണ്ണ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വേദനയും കാഠിന്യവും ഒഴിവാക്കാനും പൂർണ്ണ ഊർജത്തോടും സന്തോഷത്തോടും കൂടി നിങ്ങളുടെ ജീവിതം വീണ്ടും നയിക്കാനും കഴിയും. ഞാൻ എല്ലാ ദിവസവും അതിരാവിലെ ഉണർന്ന് കാട്ടിൽ പോയി വിറക് കൊണ്ടുവരുമായിരുന്നു. തലയിൽ ഭാരമുള്ള വിറകുകെട്ട് ചുമന്ന് കിലോമീറ്ററുകളോളം നടക്കേണ്ടി വന്നിരുന്നു. ഇതുമൂലം എന്റെ കാൽമുട്ടുകളും അരക്കെട്ടും വളരെയധികം വേദനിക്കുന്നതുകൊണ്ട് രാത്രി ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിലെ ഡോക്ടർ വേദാചാര്യ പഹാഡി ഓയിലിനെക്കുറിച്ച് പറഞ്ഞത്. അതും നമ്മുടെ ഹിമാലയത്തിലെ ശുദ്ധമായ ഔഷധ സസ്യങ്ങളിൽ നിന്നാണ് ഈ എണ്ണ നിർമ്മിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 15ലധികം ഔഷധ സസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും അതിൽ ജടാമാഞ്ചി, ഭൃംഗരാജ്, ഉലുവ, ബാദാമെണ്ണ, ഇരട്ടിമധുരം എന്നിവയൊക്കെ. ഇത് സന്ധികളുടെ വീക്കവും കാഠിന്യവും കുറയ്ക്കുന്നതിലൂടെ വേദന ഒഴിവാക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ എണ്ണയാണ് പ്രയോഗിക്കുന്നത്. വിറകുകെട്ട് എത്ര ഭാരമുള്ളതാണെങ്കിലും സന്ധിവേദനയും അരക്കെട്ട് വേദനയും ഇല്ലാതെ ഞാനത് എടുത്തുകൊണ്ടുവരും. വേദാചാര്യ പഹാഡി എണ്ണ ഒരു സാധാരണ എണ്ണയല്ല, ഇത് മലനിരകളുടെ വരദാനമാണ്. ആചാര്യജി, ഇക്കാലത്ത് പല വീട്ടമ്മമാരും വീട്ടുജോലികളിൽ തിരക്കിലാണ്. അവർക്ക് പലപ്പോഴും പുറം വേദന, സന്ധിവേദന, അരക്കെട്ട് വേദന എന്നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുമുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ വേദാചാര്യ പഹാഡി എണ്ണ എങ്ങനെയാണ് അവർക്ക് സഹായകരമാകുന്നത്? തികച്ചും ശരിയാണ്. ഒരു വീട്ടമ്മയായിരിക്കുക എന്നത് എളുപ്പമുള്ള ജോലിയല്ല. രാവിലെ മുതൽ
രാത്രി വരെ ചെറുതും വലുതുമായ എല്ലാ വീട്ടുജോലികളും നിർത്താതെ കൈകാര്യം ചെയ്യുക, കുട്ടികളെ പരിപാലിക്കുക, പാചകം ചെയ്യുക, വൃത്തിയാക്കുക, എഴുന്നേൽക്കുക, ഇരിക്കുക എന്നിങ്ങനെ പലതവണ കഠിനാധ്വാനം കാരണം അരക്കെട്ട്, പുറം, സന്ധികൾ, പേശികൾ എന്നിവയിൽ കാഠിന്യവും വേദനയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പല വീട്ടമ്മമാർക്കും ഫ്രോസൺ ഷോൾഡർ എന്ന പ്രശ്നമുണ്ട്. അതിൽ തോളുകളുടെ കാഠിന്യം വളരെയധികം വർദ്ധിക്കുകയും തോളുകളുടെ മുഴുവൻ ചലനവും നിലയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങേയറ്റം റേഷൻ പെട്ടി ഉയർത്തുന്നത് പോലുള്ള ചെറിയ ദൈനംദിന ജോലികൾ പോലും വേദനാജനകമാകും. ഈ അവസ്ഥയിൽ എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, വേദാചാര്യ പഹാഡി എണ്ണ അവർക്കൊരു യഥാർത്ഥ ചങ്ങാതിയാണെന്ന്. അതിൽ നിന്ന് ഒരു ചെറിയ അളവ് എടുത്ത് വേദനയുള്ള ഭാഗത്ത് സൗമ്യമായി മസാജ് ചെയ്യുക. നിങ്ങൾക്ക് ആശ്വാസം അനുഭവപ്പെടും. വേദന വളരെയധികം കുറയും. നിങ്ങൾക്ക് പൂർണ്ണ ശക്തിയോടും ഊർജ്ജത്തോടും കൂടി കാര്യങ്ങൾ വീണ്ടും കൈകാര്യം ചെയ്യാൻ കഴിയും. ആചാര്യജി, നമ്മുടെ മുതിർന്നവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത്. അവർ ഉണർന്നെഴുന്നേക്കുമ്പോൾ തന്നെ അവരുടെ സന്ധികൾ ലോക്കായിട്ടുണ്ടാകും. അവർക്ക് നടക്കാൻ പോലും പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഇവരുടെ ഈ പ്രശ്നത്തിന് വേദാചാര്യ പഹാഡി ഓയിൽ എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത്? ഇത് തികച്ചും ഗുണകരമാണെന്ന് തെളിയിക്കപ്പെടുന്നു. 45 മുതൽ 50 വയസ്സിന് ശേഷം സന്ധികൾ ആരോഗ്യകരമായി നിലനിർത്തുന്ന ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഇക്കാലത്ത് 35 വയസ്സിലും സന്ധിവേദനയുടെ പ്രശ്നം കാണപ്പെടുന്നുണ്ട്. പ്രായമായ ആളുകൾക്ക് ഉറക്കമുണർന്നതിന് ശേഷം കാൽമുട്ടുകളിലും ശരീരത്തിലെ മറ്റ് സന്ധികളിലും കാഠിന്യം അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ചിലപ്പോൾ സാധാരണ നിലയിലേക്ക് മടങ്ങാൻ 15-20 മിനിറ്റ് എടുക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, ഈ വേദനയും കാഠിന്യവും കൊണ്ട് ദിവസം ആരംഭിക്കുമ്പോൾ അത് മുഴുവൻ ദിവസത്തിൻ്റെയും ഗുണനിലവാരത്തെ എത്രത്തോളം മോശമായി ബാധിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഈ പ്രശ്നം മിക്കവാറും എല്ലാ വീടുകളുടെയും കഥയായി മാറിയിരിക്കുന്നു. എന്നാൽ വേദാചാര്യ പഹാഡി എണ്ണയിൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം നൽകാനുള്ള ശക്തിയുണ്ട്. ഈ എണ്ണയിൽ അടങ്ങിയിരിക്കുന്നു വേദനയും വീക്കവും കുറയ്ക്കുന്ന ഗുണങ്ങളുള്ള അപൂർവവും ശക്തവുമായ ഔഷധ സസ്യങ്ങൾ. ഇവ വേദനയും വീക്കവും കുറയ്ക്കുക മാത്രമല്ല, പഴയ പരിക്കുകളും വാർദ്ധക്യം മൂലമുള്ള സന്ധിവേദനയ്ക്കും ആശ്വാസം നൽകുന്നു. ഹലോ മോനെ, സുഖാണോ? എനിക്ക് സുഖമാണ് പപ്പ. സുഖമാണോ? ഞാനും വളരെ സുഖമായിരിക്കുന്നു മോനെ, വളരെ സുഖമാണ്. കൊള്ളാലോ പപ്പ, ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. നടുവേദനയെക്കുറിച്ച് ഒരു പരാതി പോലും പറഞ്ഞില്ലല്ലോ. ഹേ, എന്തോന്നും നടുവേദന മോനെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ചെറിയ ലോഡ് ഉയർത്തി, അതുകൊണ്ടാണ് എനിക്ക് നടുവേദന ഉണ്ടായത്. ഇപ്പോൾ നടുവേദനയോ കാഠിന്യമോ ഇല്ല, എനിക്ക് പൂർണ്ണമായും സുഖമാണ്. ഇത് വളരെ നല്ല കാര്യമാണ് പപ്പ. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറയാം മോളെ, എന്താ പറ്റിയതെന്ന്. നിനക്ക് ഓർമ്മയുണ്ടോ, കുട്ടിക്കാലത്ത് നിന്റെ മുത്തശ്ശി കാട്ടിൽ നിന്ന് ഔഷധ സസ്യങ്ങൾ കൊണ്ടുവന്ന് എണ്ണ ഉണ്ടാക്കി മസാജ് ചെയ്തത്? അതിപ്പോൾ വേദാചാര്യന്മാർ അവരുടെ സ്ഥലത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കാട്ടിൽ പോയി ഔഷധ സസ്യങ്ങൾ കണ്ടെത്തി പാചകം ചെയ്യുകയോ പൊടിച്ച എണ്ണ എടുക്കുകയോ ഒന്നും വേണ്ട. ഇപ്പോൾ നേരിട്ട് വിളിച്ചാൽ വേദാചാര്യയുടെ ഈ പഹാഡി എണ്ണ നിങ്ങളുടെ വീട്ടിലെത്തുന്നു. കൊള്ളാലോ പപ്പ, ഇപ്പോൾ ഞാൻ ടെൻഷൻ ഫ്രീ ആയി. പപ്പയുടെ ചിരി കേട്ടപ്പോൾ എന്റെ മനസ്സ് നിറഞ്ഞു. ധൈര്യമായിരിക്കും മോളെ. കേൾക്കൂ, ഈ പഹാഡി എണ്ണ എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിരന്തരമായ ഉപയോഗത്തിലൂടെ വേദാചാര്യ പഹാഡി എണ്ണ സന്ധികളെ ശക്തിപ്പെടുത്തുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും വേദനയില്ലാത്തതും സുഖകരവും സജീവവുമായി ജീവിതം നയിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ എണ്ണ പ്രായമായവർക്ക് ഒരു വരദാനത്തേക്കാൾ കുറവല്ല. ആചാര്യജി, ഒരു സന്തോഷകരമായ വാർത്ത. ഈ എണ്ണ വേദനയിൽ നിന്ന് ആശ്വാസം നൽകുന്നെന്ന് മാത്രമല്ല, എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് ഇത് പൂർണ്ണമായും സേഫ് ആണെന്നതുമാണ്. തീർച്ചയായും ഇത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വലിയ ആവശ്യമാണ്. ശരിക്കും എന്റെ പൂർവികർ പറഞ്ഞു തന്നതും സംരക്ഷിച്ചതുമായ അപൂർവ ഔഷധ സസ്യങ്ങളിൽ നിർമ്മിച്ച വേദാചാര്യ പഹാഡി എണ്ണ ദീർഘകാലമായി വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകുമ്പോൾ, അവർ വേദനയിൽ നിന്ന് മോചിതരായി എന്റെ അടുക്കൽ തിരിച്ചെത്തുമ്പോൾ എനിക്ക് അതിയായ അഭിമാനവും സംതൃപ്തിയും തോന്നുന്നു. അവരുടെ അനുഗ്രഹവും നന്ദിയും കൊണ്ട് നമ്മൾ ശരിയായ പാതയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളോട് വിട പറഞ്ഞ് വേദാചാര്യ പഹാഡി ഓയിൽ ഉപയോഗിച്ച് ആരോഗ്യകരവും സജീവവും വേദനാരഹിതവുമായ ഒരു പുതിയ ജീവിതം ആരംഭിക്കൂ. കാരണം നിങ്ങളുടെ ആരോഗ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആചാര്യജി, അങ്ങ് ഞങ്ങൾക്ക് വിലപ്പെട്ട സമയം നൽകി പ്രധാനപ്പെട്ട വിവരങ്ങൾ ഞങ്ങളുമായി പങ്കിട്ടു. ഞങ്ങളുടെ കാഴ്ചക്കാർക്ക് ഇത് വളരെ പ്രയോജനകരമാണ്. ഈ വിവരങ്ങൾ നൽകിയതിന് വളരെ നന്ദി. വളരെ വളരെ നന്ദി. വേദാചാര്യ പഹാഡി എണ്ണ കണ്ടെത്തി വിശ്വസനീയമായ ഒരു പരിഹാരം. ഒരു തവണ പഹാഡി ഓയിൽ ഉപയോഗിച്ചു നോക്കൂ. വേദന മാറും,
പ്രതീക്ഷ തിരിച്ചുവരും. ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ് വേദാചാര്യ പഹാഡി ഓയിൽ. സന്ധിവേദന നിയന്ത്രിക്കണോ? ഇന്ന് തന്നെ ചുവടുവെക്കൂ. കാരണം ആരോഗ്യമുള്ള സന്ധികളില്ലാത്ത ജീവിതം അപൂർണമാണ്.